ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം. ഡ്രൈവറുടെ പരിചയക്കുറവും അപകടത്തിന് കാരണമായി. ഒരാളുടെ നില ഗുരുതരം. ആലപ്പുഴ കളർകോട് ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവും കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ. നേർക്കുനേർ ഇടിക്കുന്നതിലും ആഘാതം കൂടുതലാണ് സൈഡ് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം മരണസംഖ്യ ഇത്ര ഉയരില്ലായിരുന്നു. നിലവിൽ അപകടത്തിന്റെ കാരണമാണ് അന്വേഷിക്കുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈഡ് ചെരിഞ്ഞ് ഇടിച്ചതുകൊണ്ടാണ് അപകടം ഇത്ര ഗുരുതരമായത്. സൈഡ് ഇടിച്ചതുകൊണ്ടാണ് ഡ്രൈവർക്ക് ഒന്നും സംഭവിക്കാതിരുന്നത്. പ്രൈവറ്റ് വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് റെന്റിന് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. 9:30 സിനിമയ്ക്ക് പോകാനായിരുന്നു ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. അപകടം നടന്നത് 9:20 അപ്പോൾ സ്പീഡ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല മഴയുള്ള സമയത്ത് പതുക്കെയാണ് പൊതുവെ വണ്ടി ഓടിക്കുക. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാർ പതുക്കെയായിരുന്നു എന്ന് പറയാനാകില്ല. ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് കുറവുണ്ട്. 5 മാസമേ ആയുള്ളൂ ലൈസൻസ് എടുത്തിട്ട്. 7 പേർക്ക് ഇരിക്കാവുന്ന വാഹനത്തിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ഓവർടേക്ക് ചെയ്യുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഫേസ് ടു ഫേസ് ഇടിക്കുകയായിരുന്നെങ്കിൽ ഇത്ര മരണം ഉണ്ടാകുമായിരുന്നില്ല. കാറിന്റെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. എയർ ബാഗ് ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇടിയുടെ ആഘാതം അത്ര വലുതാണ്. മഴയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തതും വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്, RTO ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പരമാവധി ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിലുള്ള ചികിത്സയുടെ പുരോഗതി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. ഡോക്ടർമാർ തങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 4 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. 2 പേർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്.